hello മക്കളെ, വെൽക്കം ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. സോ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് ആണ് കേട്ടോ. ഏതാണ്? ഡയറി എൻട്രി. സോ ഡയറി എൻട്രി എഴുതുക എന്ന് പറയുമ്പോൾ എനിക്കൊന്നും നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ തോട്ട്സ് ഒക്കെ എഴുതി ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്കോഴ്സും കൂടിയാണ് കേട്ടോ. ഓക്കെ, സോ എന്താണ് ഡയറിയിൽ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്കറിയാം അല്ലെ. എന്താണ് ഒരാളുടെ തോട്ട്സ്, ആ ഒരു ദിവസത്തെ ആ ഒരു തോട്ട്സ്, അവരുടെ ഫീലിങ്സ്, അന്ന് അയാൾ കടന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇതൊക്കെയാണ് ഒരു ഡയറി എൻട്രിയിൽ നമ്മൾ മെയിൻ ആയിട്ട് എഴുതുന്നത്. സോ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുക കേട്ടോ. ഇനി മിസ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നെറേറ്റർ അല്ലെ, അതിനകത്ത് ജെറോം ആണ് നെറേറ്റർ. സോ പുള്ളി ആ ഒരു നമ്മുടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി വന്നിട്ട് ഭാഗ ടെൻഷൻ ആയിപ്പോയി അല്ലെ, എന്തൊക്കെയോ അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറെ കാണിച്ച സമയത്ത് അറിയാണെന്ത്, വേറെ അസുഖമൊന്നുമില്ല, ആകെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ചെയ്യുന്നത്. സോ അന്ന് അയാൾ എഴുതാൻ ചാൻസ് ഉള്ള ഒരു ഡയറി എൻട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം വരട്ടെ മക്കളെ, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഓപ്പൺ ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളി ഒരുപാട് ഫീച്ചേഴ്സ് ആണുള്ളത്. ആൻഡ് ഈ 8ാം ക്ലാസ് നല്ല രീതിക്ക് നിങ്ങൾ ഫേം ആയിട്ടുള്ള ഒരു ബേസ് നിങ്ങൾക്ക് അവിടെ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇനി അങ്ങോട്ടുള്ള എല്ലാ ഹയർ ക്ലാസ്സസ് 9th ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, +1 +2 ആയിക്കോട്ടെ, ആ ക്ലാസ്സസിലൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ബേസ് ആണ് ആക്ച്വലി 8ാം ക്ലാസ്സിൽ സെറ്റ് ആവുന്നത് കേട്ടോ. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് അതിൽ ജോയിൻ ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ ഡയറി എൻട്രി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് അതിന് നമ്മൾ ഒരു ബോക്സ് ഒക്കെ വരച്ച് അല്ലെ, ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ ഡയറി പേജ്. ആ ഡയറിന്റെ ലേ ഔട്ടിന് അവിടെ മാർക്ക് ഉണ്ട്. നമ്മൾ വിചാരിക്കും ചുമ്മാ ഒരു ആൻസർ എഴുതുന്ന പോലെ എഴുതിയാൽ മതി. അല്ല, നിങ്ങൾ ഒരു ബോക്സ് ഒക്കെ വരച്ച് അതിന് യു ഷുഡ് മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് എ ഡയറി പേജ്. അതിന്റെ മേലെ എന്താ, ചെറിയ ഒരു ഡയറിന്റെ അകത്ത് പിച്ചെടുത്ത ഒരു പേജ് പോലെയൊക്കെ ആക്കി നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്സ് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാല്, നമ്മള് ഇപ്പൊ നമ്മൾ ജെറോമിന്റെ ഡയറി എഴുതുന്ന സമയത്ത് യു ഹാവ് ടു ഇമാജിൻ ദാറ്റ് യു ആർ ജെറോം. നിങ്ങളാണ് ജെറോം എന്നുള്ള പോലെ വേണം എഴുതാൻ. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവ് വേണം, ഐ വെച്ചിട്ട് എഴുതാൻ അല്ലെ. ഐ, മീ, മൈ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഇപ്പം 2-3 പേരുണ്ട് അല്ലെ, ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ എന്തായി, വി എന്നുള്ളതായി അല്ലെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നാകുമ്പം അസ് എന്നുള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ദെൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദിവസത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ, പല്ല് തേച്ചു, ഭക്ഷണം കഴിച്ചു, ഇതിനൊന്നും ആവശ്യമില്ല. ആ ഒരു അല്ലെ, ഇപ്പൊ നമ്മൾ ഈ ജെറോമിന്റെ ഡയറി ആകുമ്പോ എന്താണ്, അയാളുടെ ആ ഒരു ദിവസം അല്ലെ, അത്രയും ആങ്സൈറ്റി ആയിരുന്നു, ആദ്യം ഭയങ്കര പേടിയായിരുന്നു, അത് പിന്നീട് എന്തായി, റിലീഫായി, ഒരു ആശ്വാസമായി. സോ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ ഡയറി എൻട്രിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ അല്ലെ, ആ മെയിൻ തോട്ട്സിനെ വളരെ ബ്രീഫ് ആക്കി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാ മിസ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡയറി എൻട്രി ഞാനൊരു മോഡൽ ഏകദേശം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഡയറി പേജ് പോലെ തോന്നിക്കണം. സോ എക്സാം ഹാളിൽ നമുക്ക് ഡയറി പേജ് പോലെ തോന്നിക്കാൻ ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അതിന്റെ ചുറ്റിലും ഒരു ബോക്സ് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ എന്തായാലും ഇടാനുള്ളത് നിങ്ങൾ ഇപ്പൊ ചെറിയ ക്ലാസ്സിലെ ശീലിക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ കണ്ടോതാ, ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ ആ ഒരു ഡേറ്റ് മേലെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഡയറി എൻട്രി എന്ന് മനസ്സിലാക്കാൻ ഡേറ്റ് കൊടുക്കുക. ടൈം അത്ര നിർബന്ധമില്ല, വേണമെങ്കിൽ ഓക്കെ. ഡിയർ ഡയറി എന്ന് പറഞ്ഞാൽ തുടങ്ങാം. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ജെറോമിന്റെ ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്നുള്ളത്. വാട്ട് എ റിലീഫ്. നിങ്ങൾ നോക്കിയേ, ആ ഡയറി ഫസ്റ്റ് ബിഗിൻ ചെയ്തത് എന്തുകൊണ്ടാണ്, ഒരു എക്സ്ക്ലമേഷൻ ആണ്. ഹൗ, എന്തൊരു ആശ്വാസം അല്ലെ. അപ്പം ഡയറി എൻട്രീസ് നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ഒരു എക്സ്ക്ലമേഷൻ വെച്ച് തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓ വാട്ട് എ വണ്ടർഫുൾ ഡേ ഇറ്റ് വാസ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ഹൊറിബിൾ ഡേ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ക്ലമേഷൻ വെച്ച് തുടങ്ങാൻ വേണ്ടി നോക്കുക. Then I have finally reached home after visiting the doctor. ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എന്താണ്, ഞാൻ അവസാനം വീട്ടിലെത്തിയിരിക്കുകയാണ്. I had been terribly worried that I was suffering from some serious illness. അല്ലെ, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എനിക്ക് എന്തോ മാരകമായ അസുഖമാണെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. I imagined all sorts of diseases and became very anxious about my health. അല്ലെ, എന്താണ്, ഞാൻ എല്ലാതരം ഡിസീസിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചെടുത്തു. എന്നിട്ട് എന്താണ്, ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയി, എന്റെ ഹെൽത്തിനെ കുറിച്ച്, എന്റെ ആരോഗ്യത്തിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയി എന്ന് പറയാണ്. ബട്ട് അപ്പൊ
കണ്ടോ ആദ്യം ആ ഒരു ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉത്കണ്ഠ അല്ലെ ഒരു പേടിയാണ് തോന്നുന്നത്. ദെൻ നീ നെക്സ്റ്റ് പറയണത് ബട്ട് ദ ഡോക്ടേഴ്സ് എക്സാമിനേഷൻ മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് there was nothing seriously wrong with me. പക്ഷെ ഡോക്ടർ എന്നെ പരിശോധിച്ച സമയത്ത് അല്ലെ ഡോക്ടർ എന്നെ പരിശോധിച്ച് എക്സാമിൻ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി എന്ത് there was nothing seriously wrong with me. എന്റെ അടുത്ത് വലിയ കാര്യമായിട്ട് വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. Then I feel so happy and relieved now. So നിങ്ങൾ ആ വേർഡ് ഓർത്ത് വെക്കുക കേട്ടോ. റിലീഫ് എന്താ റിലീഫ് അല്ലെങ്കിൽ റിലീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആശ്വാസമായി ഹാവു എനിക്ക് സമാധാനമായി എന്ന് പറയാം അല്ലെ. സോ എനിക്കിപ്പോ എന്താണ് വളരെയധികം റിലീവ്ഡ് ആവുകയാണ് ഞാൻ ഹാപ്പിയാണ് റിലീവ്ഡ് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഹാഡ് ബീൻ അൺനെസസറിലി വറിയിങ് അബൌട്ട് മൈ ഹെൽത്ത്. എനിക്ക് മനസ്സിലാവാണ് എന്ത് ഞാൻ വെറുതെ എന്റെ ആരോഗ്യത്തിനെ കുറിച്ച് വെറുതെ എന്റെ ഹെൽത്തിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ഐ ഷുഡ് നോട്ട് ഹാവ് അലൗഡ് മൈ ഫിയേഴ്സ് ആൻഡ് ഇമാജിനേഷൻ ടു മേക്ക് മീ ഫീൽ ഇൽ. അല്ലെ എന്താണ് ഞാൻ വെറുതെ ഇങ്ങനെ ഇമാജിനേറ്റ് ചെയ്യുന്നതാണ് അല്ലെ ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഇമാജിനേറ്റ് ചെയ്തിട്ട് അസുഖമുണ്ട് എന്നുള്ള പോലെ ചിന്തിക്കാതിരുന്നാൽ മതിയായിരുന്നു. I should not have allowed my fears and imagination. അല്ലെ എന്റെ പേടികളെയും എന്റെ ഇമാജിനേഷനെയും അല്ലെ അത് കാരണമാണ് എന്തുണ്ടായത് എനിക്ക് അസുഖമാണെന്ന് എനിക്ക് തോന്നിയത് എന്ന് പറയാണ്. Then ഇനി അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഡയറി എൻട്രിന്റെ അവസാനത്തേക്ക് എന്താ ചെയ്യുന്നത് ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ അല്ലെ നാളെ മുതൽ ഞാൻ നല്ലൊരു മനുഷ്യനായിരിക്കും നാളെ തൊട്ട് ഞാൻ നല്ലൊരാളായിരിക്കും എന്നുള്ള തീരുമാനിക്കാണ് കേട്ടോ. ഫ്രം നൗ ഓൺ കണ്ടോ ഇപ്പൊ മുതൽ ഐ വിൽ ട്രൈ ടു റിമെയിൻ കാം ആൻഡ് എൻജോയ് ലൈഫ്. അല്ലെ ഞാൻ എന്ത് ചെയ്യും calm ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കും and to enjoy my life instead of worrying about every little problem. എല്ലാ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ കുറിച്ചും ഓർത്ത് ടെൻഷൻ ആവുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കും എന്ന് പറയാം കേട്ടോ. Then വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. ഡയറിന്റെ ലാസ്റ്റ് വേണമെങ്കിൽ വേറൊരു കുഞ്ഞു ബോക്സ് ഒക്കെ വരച്ചിട്ട് അന്നത്തെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടല്ലോ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വാട്ട് എ വണ്ടർഫുൾ റിലീഫ് ഇറ്റ് ഈസ് ടു നോ ദാറ്റ് ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ. അല്ലെ ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആണ് എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് അറിയുമ്പം എന്തൊരു ആശ്വാസമാണ് എന്തൊരു സമാധാനമാണെന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ യു റൈറ്റ് എ ഡയറി. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡയറിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞു തന്നു. ആൻഡ് ഓൾസോ മക്കളെ ഏത് ഡയറി എൻട്രി വരികയാണെന്നുണ്ടെങ്കിലും ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ഇമോഷൻസ്. പിന്നെ മിസ് വേറെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡയറി ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം അല്ലെങ്കിൽ I wonder how it would go on അല്ലെങ്കിൽ എന്താ പറയാ ഓ വാട്ട് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ 2-3 കുത്തിടാം. ഓക്കെ അതിനെ നമ്മൾ എലിപ്സിസ് എന്നാണ് പറയാ. അതായത് ആ ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടി ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആ ഒരു ഡയറി എൻട്രി കുറച്ചും കൂടെ എന്താ പറയാ ഒരു റിയൽ ആയിട്ട് തോന്നിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എവിടെയെങ്കിലും കുത്തിട്ട് വെക്കുന്നതല്ല നമ്മൾ അല്ലെ ഒന്നെങ്കിൽ ഇതാ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അലാസ് ഇതൊക്കെ നമുക്ക് ഡയറി എൻട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ് വേർഡ്സ് ആണ് കേട്ടോ. സോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഡയറി എൻട്രി കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യാട്ടോ. ഇനി നിങ്ങളെ ഒരു ഗസ് ഏതാണ് ഏതൊരു ഡയറി എൻട്രി ആയിരിക്കും ചോദിക്കാന്നുള്ളത്. എനിക്കൊന്ന് ഞാനിപ്പോ ഈ ഒരു ഡയറി എൻട്രി കാണിച്ചെങ്കിലും ചിലപ്പോൾ സാധ്യതയുള്ളത് നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ അല്ലെങ്കിൽ മണിയുടെ ഒരു ഡയറി എൻട്രി കൂടെ ചോദിക്കാൻ നല്ലൊരു സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ സോ ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. Till then, it's me Varnita signing off. Bye.